നമ്മൾ എന്താണോ എന്ന് പറയുന്നത്, നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മൾ. എക്സലൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റുമായിട്ട് കണക്ട് ആയി. ഞാൻ പറഞ്ഞാൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്കൊന്ന് എഫക്റ്റീവ് ആവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എഫക്റ്റീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാബിറ്റുകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. നമുക്കറിയാം അതിൻ്റെ ഒരു സർക്കിളാണ്. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. ചിന്തകള്, നമ്മുടെ ഉള്ളിൽ വരുന്ന ചിന്തകള് അത് വാക്കുകളും പ്രവൃത്തികളുമായിട്ട് മാറും. അവിടുന്ന് പയ്യെ ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. പിന്നെ അത് നമ്മുടെ സ്വഭാവമാവും, ക്യാരക്ടറായി നമുക്ക് അതിന് പറ്റുന്ന തരത്തിലുള്ള ഒരു രൂപപ്പെടലാണ് ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈ തോട്ട്സ് എവിടെ നിന്നാണ് വരുന്നത്? അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ? ഈ തോട്ട്സ് ഒക്കെ എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ തോട്ട്സ് എവിടെ നിന്നാണ് വരുന്നത്? അല്ലെങ്കിൽ തോട്ട്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് വിഷ്വലായിട്ട് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക്, ഹ്യൂമൻ കമ്പ്യൂട്ടറാണ് നമ്മുടെ ബ്രെയിൻ, അറിയാം. ഇതിലേക്ക് നമ്മൾ കാണുന്നതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നത്, നമ്മൾ സ്മെല് ചെയ്യുന്നത്, ഘ്രാണശക്തി, അത് ഓൾഫാക്ടറി, അതുപോലെ തന്നെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നു. ഇത്തരത്തില് 5 രീതിയിലാണ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് വരുന്നത്. ഇതിനനുസരിച്ചിട്ടുള്ള തോട്ട്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ നമ്മള് എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളുടെ എഫക്റ്റീവ്നെസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? നിങ്ങൾ എന്താണ് കാണുന്നത്, ആരെയാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് കേൾക്കുന്നത്, സ്മെല് ചെയ്യുന്നത് എന്താണ്, ഫീൽ ചെയ്യുന്നത് എന്താണ്, ടച്ച് ചെയ്ത് ഫീൽ ചെയ്യുന്നത് എന്താണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങളുടെ തോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ തോട്ട്സുകളാണ് പിന്നീട് വാക്കുകളും പ്രവൃത്തികളുമായിട്ട് മാറുക. അവിടെ നമുക്കൊരു ഹാബിറ്റ് രൂപപ്പെടും. പയ്യെ അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറും. പിന്നെ അത് നമ്മളുടെ ക്യാരക്ടറായിട്ട് മാറി. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ തലത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് അവിടുന്ന്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് ആകുക? നിങ്ങൾ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത്, അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാരുമായിട്ടാണ്? ഇതനുസരിച്ചിട്ടുള്ള സ്വഭാവം നമുക്ക് രൂപീകരിക്കപ്പെടും. അതൊക്കെ അവിടുന്ന് അത് നമ്മുടെ സ്വഭാവമായിട്ട് മാറുന്നുണ്ടാവും. അവിടെയാണ് നമ്മളുടെ എഫക്റ്റീവ്നെസ്സും അല്ലാത്തതൊക്കെ കണ്ടെത്തുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടി തീരുമാനിച്ച ഒരാളാണെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, മീറ്റിംഗ് പീപ്പിളാണ്. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുന്ന ആളാണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് വ്യത്യാസങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയുള്ളൂ, മീറ്റിംഗ് മോർ പീപ്പിൾ. കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റും. അത് ഏത് ഫീൽഡിലാണെങ്കിലും, നിങ്ങളൊരു ഗായകനാണെങ്കിലും ശരി, നിങ്ങൾ ഏത് തലത്തിലുള്ള ആളാണെങ്കിലും, ഒരു ഫുട്ബോൾ കളിക്കാരനാണെങ്കിലും ശരി, സെയിൽസിലുള്ള ആളാണെങ്കിലും ശരി, ആരാണ് നിങ്ങളെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ എളുപ്പ വഴി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ചില ആൾക്കാരെ മനസ്സിലാക്കും, ഫുട്ബോൾ കളിക്കാരൻ എന്തിനാ ആൾക്കാർ മീറ്റ് ചെയ്യുന്നു? ഉറപ്പായിട്ടും വേണ്ടി വരും. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കളിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇൻകം ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ, വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കളി കാണാൻ ആൾക്കാരുണ്ടാവും. അവിടെ നിങ്ങൾ പെർഫോം ചെയ്യുന്ന അനുസരിച്ചിട്ട് കളിക്കാർ കൂടുന്നുണ്ടാവും. നന്നായിട്ട് കളിക്കുന്നത്, ഇപ്പൊ നമ്മള് ഫീൽഡിൽ കാണുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് കളിക്കുന്ന ആൾക്കാർ പുറത്തുണ്ടാവും. പക്ഷെ അവരെ ആ തലത്തിൽ, മറ്റുള്ള ആൾക്കാർ കാണുന്ന തലത്തിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടാകും. എവിടെയും സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാണുന്നത്, കേൾക്കുന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നും പോസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ പറ്റും. നിങ്ങൾ കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിയെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റൂ. ഈ ഡു ഇറ്റ് നൗ എന്ന് പറയുന്ന ഫ്രേസ് അത് പ്രാക്ടീസ് ചെയ്യണം നന്നായിട്ട്. പ്രൊക്കാസ്റ്റിനേഷൻ, കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന രീതി, അത് നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും. പലപ്പോഴും ഇതെല്ലാം തന്നെ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നതും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആയി. നമ്മുടെ എൻവയോൺമെന്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ പോലും ഏറ്റവും കൂടുതൽ
ഭയപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ദൂരം. വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നും വാഹനത്തിലേക്കുള്ള ദൂരമാണ് അവരുടെ സക്സസിന് തടസ്സമാകുന്നത്. പലപ്പോഴും അറിയുന്ന പോലും ഉണ്ടാവില്ല, അവരുടെ സമയം കടന്നു പോകുന്നതിനെ കുറിച്ചിട്ട് യാതൊരു അറിവും ഉണ്ടാവില്ല. ആ സിറ്റുവേഷൻ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ ഈ പലപ്പോഴും ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മൾ കൂടുതൽ വറീഡ് ആവുന്നത്. ഈ പ്രാക്ടീസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് ഉള്ളതിനെ കുറിച്ച് നന്ദിയുള്ളവരാകുക. ഇപ്പൊ നമുക്ക് എന്തൊക്കെയാണോ ഉള്ളത് അതിന് നമ്മൾ നന്ദിയുള്ളവരാകുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളതിൽ ഫോക്കസ് ചെയ്യും, നമ്മുടെ സ്ട്രെങ്തിൽ ഫോക്കസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. അതുപോലെ തന്നെയാണ് ഒരു കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം നമ്മൾ ഉണ്ടാവും. എവിടെയെങ്കിലും വെച്ചിട്ട് നിങ്ങളുടെ ലേണിംഗ് അവസാനിച്ചാൽ അവിടെ വെച്ചിട്ട് നമ്മുടെ ഗ്രോത്ത് അവസാനിക്കും എന്ന് പറയും. ഇപ്പൊ നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു CEP തന്നെയാണ്, കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമാണ്. കാരണം പുതിയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നു, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്ന് അവരുടെ സ്റ്റോറീസ് പറയുന്നു. അങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്തും ഒരു പുതിയ കാര്യത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മുടെ സെൽഫ് എസ്റ്റീം ഹൈ ആക്കുക എന്ന് പറയുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ഇതിനു വേണ്ടി നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നു? നമ്മുടെ സെൽഫ് എസ്റ്റീം കൂട്ടുക എന്ന് പറഞ്ഞാൽ, ഒരു സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ല. ആള് സ്വന്തമായിട്ട് നമുക്ക് നമ്മളുടെ തന്നെ റെസ്പെക്ട് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് എഫക്റ്റീവ്. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ അത് എഫക്റ്റീവ് ആകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസസിൽ നിന്നും പൂർണ്ണമായിട്ടും മാറി നിൽക്കണം. അപ്പൊ നിങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളെ പുറത്തേക്ക് അറിയിക്കുന്ന ഒരാളാണ്, അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് വേണ്ടി സമയം ചെലവഴിക്കണം. വെറുതെ സോഷ്യൽ മീഡിയ ഇരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ഇപ്പൊ TV-യിൽ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങളിപ്പം വിനോദ പരിപാടിയാണ് കാണുന്നത്, അതിനുവേണ്ടി മാറ്റിവെച്ച സമയത്ത് വിനോദ പരിപാടിയാണ് കാണുന്നത്, അതോ ഇപ്പൊ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ലാത്ത രാഷ്ട്രീയ ചർച്ചകളോ അല്ലെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ച ഇരുന്ന് കേൾക്കുകയാണ്? ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന എന്ത് ഇൻഫ്ലുവൻസ് ആണ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇത് എന്ത് തന്നെ ആയാലും നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. നമ്മുടെ ലൈഫിന്റെ ഒരു സിസ്റ്റം, രാവിലെ ഉണർന്ന് ഉറങ്ങുന്നത് വരെ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവും. അപ്പൊ അതിനകത്തേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു സെൽഫ് ഇമേജ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ള ആദ്യത്തെ കാര്യം. നമുക്ക് നമ്മളെ കുറിച്ചിട്ട് തന്നെ ഒരു നല്ല അവബോധം ഉണ്ടാവും. നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഇമേജ് എന്താണ്? ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, വേറൊരാൾക്കും നിങ്ങളുടെ അനുമതി ഇല്ലാതെ നിങ്ങൾ ഇൻഫീരിയർ ആക്കാൻ പറ്റും. അഡ്വാൻറ്റേജും ആണ് ഇത് മനസ്സിലാക്കുന്നത്. ചില ആൾക്കാരുണ്ട് അവൻ എന്നെ കൊച്ചാക്കി, അങ്ങനെയൊന്നും ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കൊച്ചാക്കാൻ നിന്നു കൊടുത്താൽ അത് ചിലപ്പോൾ സംഭവിക്കും. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം, വളരെ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇൻവെന്ററി എടുക്കുക, സെൽഫ് ഇൻവെന്ററി എടുക്കുക. നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, ഇതിനെ കുറിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ, നമ്മുടെ സ്ട്രെങ്തും നമ്മുടെ വീക്ക്നെസ്സും നമുക്ക് തന്നെ അറിയാമെന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമാണ്. പലപ്പോഴും പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് നമുക്ക് നല്ല ധാരണ ഉണ്ടാവില്ല, നമ്മുടെ വീക്ക്നെസ്സിനെ കുറിച്ച് നമുക്കറിയില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ വീക്ക്നെസ് കിടന്നായിരിക്കും കളിക്കുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യേണ്ടി വരും, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വീക്ക്നെസ്സിൽ പോയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി ഏതെങ്കിലും 1-2 വിഷയത്തിൽ വീക്കാന്ന് കരുതുന്നത്, പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയാ കൊള്ളാം, മാത്സ് കൊള്ളാം, സയൻസ് കൊള്ളാം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കുന്ന സ്ഥലത്ത് റൈറ്റ്, ഇത് മാർക്ക് കുറവാണ്. ഈ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ഇതിനകത്ത് കൂടുതൽ ശ്രദ്ധിക്കണം, അതാളുടെ വീക്കായിട്ടുള്ള ഒരു ഏരിയ. കുട്ടി ഉറപ്പായിട്ടും നമ്മൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അടുത്ത എക്സാം കഴിഞ്ഞ് പുറത്തു വരുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീക്കായിട്ടുള്ളത് കുറച്ചുകൂടി കൂടിയിട്ടുണ്ടാവും, കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ സ്ട്രെങ്ത് ആയിരുന്ന പല സ്ഥലത്തും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന സ്ഥലത്ത് പലപ്പോഴും ചിലപ്പോൾ ഒരുപക്ഷെ തോൽക്കാതിരിക്കുന്നേ ഉണ്ടാവുള്ളൂ, നല്ല മാർക്ക് കിട്ടാതെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അയാളുടെ സ്ട്രെങ്ത് ഏരിയ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് പകരം വീക്ക് ഏരിയ പോയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ തോന്നും. പക്ഷെ എക്സാം ആണ്,
അതുകൊണ്ട് തന്നെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം മാർക്ക് വേണം. വീക്ക്നെസ് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് പോയി സ്ട്രെങ്തൻ ചെയ്യാൻ നോക്കരുത്. കാരണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ വീക്ക്നെസ് എന്താണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇൻവെന്ററി എടുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിജയിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മേക്കപ്പ്, ഡ്രസ്സപ്പ് ആൻഡ് ഗോ. നിങ്ങൾ റെഡിയാവും. ആദ്യം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി എന്താണോ നിങ്ങൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി റെഡിയാവുക, ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുക. പലപ്പോഴും സംഭവിക്കുന്നത് നിങ്ങളിപ്പോൾ ഏത് ഫീൽഡിലുള്ളതാണോ അതിന് പറ്റുന്ന ഒരു ഡ്രസ്സിങ് ആണെന്നുള്ള ആദ്യം ഉറപ്പുവരുത്തും. കാരണം നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരാൾക്ക് നിങ്ങളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തോന്നണം. അല്ലാതെ നമ്മളിപ്പം അതിന് പറ്റാത്തൊരു ഡ്രസ് കോഡും അതിന് പറ്റാത്തൊരു മേക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ആൾക്കാരെ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എത്ര മനോഹരമായിട്ട് അത് നിങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് അഭിനയിക്കുന്ന ആളായിരിക്കത്തില്ല ഏറ്റവും കൂടുതൽ ജനപ്രിയനായിട്ടുള്ള ആളെന്ന്. ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിരിക്കും. കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യും. പ്രിപ്പറേഷൻ ഈസ് ദ കീ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്ന സമയത്തും ഒരാളുടെ സംസാരിക്കുമ്പോഴാണെങ്കിലും ഒരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴാണെങ്കിലും എന്താണെങ്കിലും അതിനു മുമ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തണം. എങ്ങനെ സംസാരിക്കണം, എന്തായിരിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു 10 പേര് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ നിങ്ങൾ 5 or 6 പേരെ മീറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് 6 സക്സസ് ആയിരിക്കും. അത് നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫുട്ബോൾ കളിയൊക്കെ എടുത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരിക്കല് ഏത് ലോകകപ്പാന്നുള്ള ഞാൻ ഓർക്കുന്നില്ല, ജർമ്മനി ബ്രസീലിനെ തരിപ്പണമാക്കിയ ഒരു കളിയുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി കളയാം. ലോക ചാമ്പ്യന്മാര്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഫാൻസ് ഉള്ള രാജ്യത്തെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി കളഞ്ഞു. കാരണം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വ്യക്തമായിട്ടുള്ള പ്ലാനുമായിട്ടാണ് വന്നത്. നമ്മൾ ഒരാളുടെ അടുത്ത് എന്ത് കാര്യത്തിന് പോകുന്ന സമയത്തും പ്രിപ്പറേഷനോട് കൂടിയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഫഷണലിസം കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും അതിനുവേണ്ടി നിങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ, അത് എങ്ങനെയാണോ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എത്തിച്ചേർക്കാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എങ്ങനെയാണോ ലൈഫ് വരുന്നത് അതിനകത്തനുസരിച്ചിട്ട് തന്നെ തുഴഞ്ഞിട്ടിരിക്കുക. അതിനപ്പുറത്തേക്ക് നമുക്ക് എന്താണ് വേണ്ടതെന്നതിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കി ഓട്ടോബയോഗ്രഫീസ് വായിക്കാനുണ്ടാവും. അത് വായിക്കണം. അവിടെ എന്താ സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വായിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യം, അയാൾ കടന്നു പോയിട്ടുള്ള ആ ചലഞ്ചസിലൂടെയൊക്കെ വായനയുടെ ഇടയിൽ നമ്മളും കടന്നു. അത് പോസിറ്റീവായിട്ട് വന്ന് അതിൽ വലിയ സക്സസ് വരുന്ന കാണുന്ന സമയത്ത് നമ്മളത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിന് തോന്നുന്നത് നമ്മളതിലൂടെ കടന്നു പോകുന്നതാണ്. അവിടെ അതെല്ലാം തന്നെ ഫയൽ ചെയ്യപ്പെടും. ഈ സ്ട്രഗിളിനൊക്കെ പുറത്ത് കടന്നിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അത്തരത്തിലൊരു സിറ്റുവേഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിൻ അതിൽ നിന്ന് നമ്മൾ പുറത്ത് കടക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യും. കാരണം അവിടുത്തെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നമ്മൾ എത്തുന്ന സമയത്ത് ബ്രെയിൻ ഒരു തീരുമാനം എടുക്കുന്നത് മുമ്പ് നമ്മൾ കടന്നുപോയിട്ടുള്ള സിറ്റുവേഷൻ എങ്ങനെയാണ് പുറത്ത് കടന്നത് നോക്കിയിട്ടാണ്. ഇത് നിങ്ങൾ പോയതാണോ വേറൊരു ബുക്കിൽ നിന്ന് വായിച്ചതാണോ എന്നൊന്നും ബ്രെയിൻ അറിയില്ല. ബ്രെയിൻ എല്ലാ സാധനത്തിനെയും ഇമേജായിട്ട് സ്റ്റോറി എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന. അപ്പൊ അവിടെ നിങ്ങൾ നല്ല ഓട്ടോബയോഗ്രഫികൾ വായിക്കുക, ഭയങ്കര നെഗറ്റീവ് സിറ്റുവേഷൻ പോസിറ്റീവ് ആക്കിയിട്ടുള്ള ആൾക്കാരുടെ ഓട്ടോബയോഗ്രഫികൾ വായിക്കുക. അവിടെ വരുന്ന സമയത്ത് വ്യത്യാസമുണ്ട്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ സ്മൈൽ ആൻഡ് കോംപ്ലിമെന്റ് ക്ലബിൽ നമ്മൾ അംഗമാവും. പുഞ്ചിരിക്കുക, ആൾക്കാരുമായിട്ട് കൂടുതൽ സൗഹൃദത്തോടുകൂടി സംസാരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ കാര്യത്തിലാണെങ്കിൽ പോലും, ചെറിയ വിജയങ്ങൾ പോലും കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപെടുക. പലപ്പോഴും നമ്മൾ അറിയാതെ പോയിട്ട് എപ്പോഴും അറിയാതെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസിപ്പുകളും അല്ലെങ്കിൽ മറ്റു എന്ത് സാധനത്തിനും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിലാണ് നമ്മുടെ സഹവാസം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒന്നും നമ്മുടെ എഫക്റ്റീവ്നെസ് ഇല്ലാതാവും. കാരണം നമുക്ക് പേടി വരും, അയ്യോ അത് അങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതലും മറ്റുള്ളവർ എന്ത് വിചാരിക്കും ചിന്തിക്കുന്നത്. വെറുതെ നിങ്ങൾ ആലോചിച്ച് ചോദിക്കുക, നമുക്ക് യാതൊരു ചെലവുമില്ലാത്തൊരു സാധനമാണ് പുഞ്ചിരിക്കുക. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്രണ്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരാൾ എപ്പോഴും പുഞ്ചിരിയോടുകൂടി നിങ്ങളോട് സംസാരിക്കുന്ന ആളായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളെ ഏറ്റവും കൂടുതൽ കോംപ്ലിമെന്റ് ചെയ്യുന്ന ആളായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. ഈ ഇന്റലിജന്റ് ഇഗ്നോറൻസ് എന്ന് പറയുന്ന കാര്യമുണ്ട്, അത് ശീലിക്കണം. എല്ലാ കാര്യത്തെ കുറിച്ച് നമുക്ക് അറിവുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക്
അതെന്റെ ഒരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ അതെനിക്ക് അറിയില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം. അവിടെ പലപ്പോഴും സംഭവിക്കുന്നത് ഇതെല്ലാം നമ്മൾ അറിഞ്ഞില്ല എന്തോ കുഴപ്പമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇതൊക്കെ ബുദ്ധിമുട്ട് വരുന്നത്. നല്ല മോറൽ വാല്യൂ ഉള്ള ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യും. അപ്പൊ നമ്മളുടെയും വാല്യൂസ്, മോറൽ വാല്യൂസ് ഇമ്പ്രൂവ് ചെയ്യുന്ന കാണാൻ പറ്റും. അതിന് സമയം നമ്മൾ കണ്ടെത്തണം. ചുമ്മാ തല്ലിപ്പൊളിയന്മാരായിട്ട് മാത്രം കൂടുക എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതേ തരത്തിലുള്ള ചിന്തയിലേക്ക് വരും. ഇപ്പൊ ചില ആൾക്കാർ എന്തെങ്കിലും നിങ്ങൾ കാര്യം ചെയ്തു ശരിയാകാതെ വരുന്ന സമയത്ത് അത് ശരിയാകാത്ത അതേ ആൾക്കാരുടെ കൂടെ തന്നെയാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അവര് എക്സ്ക്യൂസസ് കണ്ടെത്തും. അതിപ്പം മാർക്കറ്റൊക്കെ ഡൗൺ ആണ്, സെയിൽസിലുള്ള ആൾക്കാരുടെ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരുടെ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ മാർക്കറ്റിനെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. അവർ അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും അവർക്ക് നേടേണ്ട കാര്യത്തെ കുറിച്ചിട്ടും മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഇത് ഓരോന്നും ഓരോ രീതിയിലാണ്. നമ്മൾ ഹൈ മോറൽ വാല്യൂ ഉള്ള ആൾക്കാരായിട്ട് അസോസിയേറ്റ് ചെയ്താൽ നമ്മൾക്കും അത് കിട്ടുന്നുണ്ടാവും. തിരിച്ച് പ്രത്യേകിച്ച് ക്യാഷ് ആയിട്ടോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ സെൽഫ് ഇമേജ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ സാഹചര്യത്തിലും മാറി നിൽക്കാൻ പറ്റും. ഇത് പലപ്പോഴും നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മൾ അറിയാതെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടാവും. അത് നമ്മളൊന്ന് എൻഷുർ ചെയ്യണം. നമ്മൾ ഇന്റേണലി ഡ്രിവൺ ആവാം. പലപ്പോഴും നമ്മൾ എക്സ്റ്റേണലി ആണ് ഡ്രിവൺ ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടാവും. അതിലൂടെ തന്നെയാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെന്ന് നമ്മളൊന്ന് എൻഷുർ ചെയ്യും. ഇപ്പൊ നമ്മളുടെ സ്ട്രെങ്ത് എന്ന് നമ്മൾ കരുതുന്ന കാര്യമായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വീക്ക്നെസ്. അത് കണ്ടെത്തണം. അതുകൊണ്ട് സെൽഫ് ഇൻവെന്ററി എടുക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. പലപ്പോഴും നമ്മൾ നമ്മളുടെ സ്ട്രെങ്ത് അതാണ് എന്ന് കരുതും, പക്ഷെ അതായിരിക്കും നിങ്ങളുടെ വീക്ക്നെസ്. അതിന് നല്ലൊരു, നിങ്ങൾക്ക് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരാളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആകുക. അത് അദ്ദേഹത്തിന് പറഞ്ഞു തരാനുള്ള പെർമിഷൻ കൊടുക്കുക. നമ്മൾ കുറച്ച് പേഷ്യന്റ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, നല്ല പ്രിപ്പറേഷനോടെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ റിസൾട്ട് വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കുന്നുണ്ടാവും. ഇന്ന് തൊട്ട് തന്നെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അപ്പൊ തന്നെ റിസൾട്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റാർട്ടപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 90% പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. പല ആൾക്കാരും പല സക്സസ് സ്റ്റോറീസുമാണ് കേട്ടിരിക്കുന്നത്. ഈ സക്സസ് ആയിട്ടുള്ള ആൾക്കാർ മുമ്പ് എന്തായിരുന്നു, അവരെങ്ങനെയാണ് അതിലേക്ക് എത്തിച്ചേർന്നത്, ഇതിനെ കുറിച്ചിട്ട് നമുക്ക് ധാരണയില്ല. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങി അപ്പൊ തന്നെ വിജയിക്കണം എന്നുള്ള ഒരു ത്വര കൂടുതലായി. വിജയിക്കണം എന്നുള്ള ത്വര ആവശ്യമാണ്. ഒരു ക്വസ്റ്റൻ ഉണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാനൊക്കെ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് ഒരു മിനിമം ടൈം ആവശ്യമാണ്. നമ്മുടെ സെൽഫ് എസ്റ്റീം ബിൽഡ് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ലെവലിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വളരെ മനോഹരമായ ഒരു ദിവസമായിരിക്കട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നു.